നമ്മുടെ രക്ഷകനും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ സ്നേഹവന്ദനം. വെളിപ്പാട് പുസ്തക പഠനം എന്ന സീരീസിലെ 13ാമത്തെ ക്ലാസ്സാണ് ഇത്. കഴിഞ്ഞ ക്ലാസ്സിൽ 1-ാം അധ്യായം 9-ാം വാക്യം ആയിരുന്നു പഠന വിഷയം. അപ്പസ്തോലനും പ്രവാചകനുമായ യോഹന്നാൻ എന്ത് കാരണത്താൽ വെളിപ്പാട് ദർശനം ലഭിച്ച സ്ഥലമായ പത്മോസിലേക്ക് പോകേണ്ടി വന്നു എന്നതിൻ്റെ വിശദീകരണങ്ങളായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിലെ വിഷയം. എന്നാൽ ഈ ക്ലാസ്സിൽ 10 മുതലുള്ള വാക്യങ്ങളെ പഠന വിധേയമാക്കുന്നു. തനിക്ക് ലഭിച്ച യേശു ക്രിസ്തുവിൻ്റെ ദർശനമാണ് പഠന വിഷയം. സത്യവേദ പുസ്തകത്തിൽ 10-ാം വാക്യത്തിൻ്റെ വായന ഇപ്രകാരമാണ്: കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. കർത്തൃദിവസം എന്ന പദം കൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസത്തെയാണ്. ഈ പദം ഗ്രീക്കിലെ എൻ ടേ കുരിയാക്കെ ഹേമറ എന്നീ 4 പദങ്ങളുടെ തർജ്ജമയാണ്. കുരിയാക്കെ എന്ന പദം കുരിയാക്കോസ് എന്ന പദത്തിൻ്റെ വിഭക്ത രൂപമാണ്. കുരിയാക്കോസ് എന്ന പദത്തിൻ്റെ അർത്ഥം കർത്താവിൻ്റേത് അഥവാ ദാറ്റ് വിച്ച് ബിലോങ്ങിങ് ടു ദ ലോർഡ് എന്നാണ്. അതുകൊണ്ട് ഇംഗ്ലീഷിൽ ദ ലോർഡ്സ് ഡേ എന്ന് തർജ്ജമ ചെയ്തു വരുന്നു. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം കർത്താവിൻ്റെ ദിവസമാണ്. കർത്താവിനാൽ വേർതിരിക്കപ്പെട്ട വിശുദ്ധീകരിക്കപ്പെട്ട ദിവസമാണ്. അതിനെത്ര പ്രാധാന്യമുണ്ടെന്ന് ആ പദപ്രയോഗം തന്നെ നമ്മോട് പറയുന്നു. കുരിയാക്കോസ് എന്ന പദത്തിൻ്റെ വിഭക്ത രൂപം ഉപയോഗിക്കപ്പെട്ടിരിക്കുന്ന മറ്റൊരിടമാണ് 1 കൊരിന്ത്യർ 11:20. അവിടെ കർത്താവിൻ്റെ അത്താഴം എന്നിങ്ങനെ അത്താഴത്തെ വിശേഷിപ്പിക്കുന്ന വിശേഷണമായി അതിനെ ഉപയോഗിച്ചിരിക്കുന്നു. ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് തന്നെ നിയമിച്ചതാണ് കർത്താവിൻ്റെ അത്താഴം. അത് പൊതുവായ ഒരു അത്താഴമല്ല. അതിൽ പങ്കെടുക്കുന്നതിന് നിബന്ധനകളുണ്ട്, യോഗ്യതകളുണ്ട്. അയോഗ്യമായി പങ്കെടുക്കുന്നതിന് കർത്താവിൻ്റെ ശിക്ഷയും യോഗ്യമായി പങ്കെടുക്കുന്നതിന് കർത്താവിൻ്റെ അനുഗ്രഹവും ഉണ്ട്. അതിനാൽ കർത്താവിൻ്റെ മരണത്തിൻ്റെ ഓർമ്മ കർത്താവ് വരുവോളം ആചരിക്കപ്പെടുന്നു. എന്ന പോലെ കർത്താവിൻ്റെ ദിവസവും പൊതുവായ ഒരു ദിവസമല്ല, അത് വിശേഷമായ ദിവസമാണ്. കർത്താവ് തന്നെ നിയമിച്ചതാണ്. കർത്താവ് ഉയർത്തെഴുന്നേറ്റ ദിവസമാകയാൽ അതിനാൽ അതിൻ്റെ ഓർമ്മയും ആചരിക്കപ്പെടുന്നു. യോഗ്യമായി ആചരിച്ചാൽ അനുഗ്രഹവും ഉപേക്ഷയായി വിചാരിച്ചാൽ അതിൻ്റെതായ നഷ്ടവും ഉണ്ടാകും. ആകയാൽ കർത്തൃ ദിവസത്തെ നമുക്ക് മഹനീയമായി കൊണ്ടാടാം. ഓർക്കുക, ആ മഹൽ ദിവസത്തിലാണ് ഈ മഹത്തായ വെളിപ്പാട് യോഹന്നാന് നൽകുവാൻ കർത്താവ് പ്രസാദിച്ചത്. കുര്യാക്കോസ് എന്ന പദത്തിന് ചരിത്ര പശ്ചാത്തലത്തിൽ നോക്കിയാൽ ഇമ്പീരിയൽ എന്നർത്ഥമുണ്ട്. ഇമ്പീരിയൽ എന്ന് വെച്ചാൽ ദാറ്റ് വിച്ച് ബിലോങ്സ് ടു എംപറർ എന്നാണ് അർത്ഥം. ചക്രവർത്തിയുടെ അല്ലെങ്കിൽ രാജാവിൻ്റെ എന്നാണ് അർത്ഥം. കുര്യാക്കോസ് എന്ന പദത്തിൽ നിന്നുണ്ടായിരിക്കുന്ന വിശേഷണമാണ് കുരിയോസ്. ക്രിസ്തുവിനെ വിശ്വാസികൾ രാജാവായി കാണുന്നു. അവിടുന്ന് ഭൂരാജാക്കന്മാർക്ക് അധിപതിയാണ് എന്ന് വെളിപ്പാട് പുസ്തകം 1-ൽ പറഞ്ഞിട്ടുണ്ടല്ലോ. കുരിയോസ് അഥവാ കർത്താവ് എന്ന പദത്തിന് അങ്ങനെയാണ് അർത്ഥം. ജാതികളുടെ അധിപതികൾ അവരുടെ മേൽ കർത്തൃത്വം നടത്തുന്നു എന്ന വാക്കുകൾ കുരിയോസ് എന്ന പദത്തിന്റെ അർത്ഥം മേൽ കർത്തൃത്വം നടത്തുന്നവൻ എന്നാണെന്ന് നമുക്ക് സൂചന തരുന്നുണ്ട്. ആകയാൽ യേശു ക്രിസ്തു രാജാക്കന്മാരുടെ മേൽ കർത്തൃത്വമുള്ളവൻ അഥവാ രാജാവാണെന്ന് അഥവാ ചക്രവർത്തിയുടെ മേലും രാജാവാണെന്ന് ആദിമ വിശ്വാസികൾ വിശ്വസിച്ചിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 17:7 ജാതികളുടെ ആരോപണം ശ്രദ്ധിക്കാം. ഞാൻ ഇംഗ്ലീഷിലാണ് അത് പറയുന്നത്, കാരണം അതിൻ്റെ പ്രോപ്പർ വേർഡ്സ് ഈ തർജ്ജമയിലാണ് വരുന്നത്. Jason has received them into his house, and they all set Caesar's authority at defiance, declaring that there is another emperor, one called Jesus. WNT എന്ന ട്രാൻസ്ലേഷൻ. ആകയാൽ പരമമായ നമ്മുടെ അനുസരണവും വിധേയത്വവും യേശു ക്രിസ്തുവിനോടായിരിക്കണം എന്നാണ് ഈ വാക്കിന്റെ പഠനം വ്യക്തമാക്കുന്നത്. ഞാൻ ആത്മവിവശനായി എന്നതിൻ്റെ അർത്ഥം ഞാൻ ആത്മാവിൽ ആക്കപ്പെട്ടു എന്നാണ്. 4-ാം അധ്യായം 2-ാം വാക്യത്തിലും ഈ പ്രയോഗം കാണാം. ദർശനം കാണുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിൻ്റെ സ്വാധീനത്തിലായി എന്നാണ് അർത്ഥം. 4:2 അങ്ങനെ തന്നെയാണ് അർത്ഥം. അപ്രകാരം 10-ാം വാക്യത്തിൻ്റെ വായന കർത്താവിൻ്റെ ദിവസത്തിൽ ഞാൻ ആത്മാവിൽ ആക്കപ്പെട്ടു എന്ന
ആണ് ആയിത്തീരുന്നത്. അത് കർത്താവിനുള്ള ദിവസമാണ്. മൂലഭാഷയിൽ 10-ാം വാക്യത്തിൽ അനന്തരം കാഹളത്തിൻ്റേത് പോലെയുള്ള ഒരു വലിയ ശബ്ദം എൻ്റെ പിന്നിൽ നിന്ന് ഇപ്രകാരം പറയുന്നത് ഞാൻ കേട്ടു എന്നുകൂടെ ഉണ്ട്. 11-ന്റെ വായന ഇപ്രകാരമാണ്: നീ കാണുന്നത് ഒരു ചെറു പുസ്തക ചുരുളിൽ എഴുതി 7 സഭകൾക്ക് അയക്കുക. എഫെസോസിലേക്കും സ്മുർണയിലേക്കും പെർഗമോസിലേക്കും തുയഥീരയിലേക്കും സർദീസിലേക്കും ഫിലദെൽഫിയയിലേക്കും ലവോദിക്കയിലേക്കും. അപ്രകാരം വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഉള്ളടക്കമെല്ലാം ആദിയോടന്തം ആ 7 സഭകൾക്കും ഉള്ളതായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. 22-ാം അധ്യായം 16-ാം വാക്യവും അത് തന്നെയാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇതിനെ ഊന്നി പറയുന്നത് എന്ന് വെച്ചാൽ, ആദ്യത്തെ 3 അധ്യായങ്ങൾ മാത്രം സഭയ്ക്കുള്ളതാണ്, പിന്നീടുള്ളത് അല്ല എന്നുള്ള രീതിയിലുള്ള ചില ചിന്താഗതികൾ ക്രിസ്തീയ കോളത്തിലുണ്ട്. എന്നാൽ അത് ശരിയല്ല. 1 മുതൽ 22 വരെയുള്ള അധ്യായങ്ങൾ സ്വാഭാവികമായും വ്യക്തമായും 7 സഭകൾക്കുള്ളത് തന്നെയാണ്. 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ കർത്താവിൻ്റെ ശബ്ദം കേട്ട് യോഹന്നാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ട കാഴ്ചയുടെ വിവരണമാണ്. 12-ാം വാക്യം ആദ്യം വായിക്കാം: അനന്തരം എന്നോട് സംസാരിക്കുന്നുണ്ടായിരുന്ന ശബ്ദത്തെ നോക്കുവാൻ ഞാൻ തിരിഞ്ഞപ്പോൾ ഞാൻ പൊന്നുകൊണ്ടുള്ള 7 വിളക്ക് തണ്ടുകളെ കണ്ടു. ആ ദർശനത്തിൽ ആദ്യം കണ്ടത് പൊന്നുകൊണ്ടുള്ള 7 വിളക്ക് തണ്ടുകൾ ആയിരുന്നു. സത്യവേദ പുസ്തക പരിഭാഷയിൽ കാണുന്നത് പോലെ നിലവിളക്കുകളെ അല്ല കണ്ടത്. അത് തർജ്ജമ പെശകാണ്. വിളക്ക് തണ്ടുകളെ ആയിരുന്നു കണ്ടത്. വിശുദ്ധ ബൈബിളിൽ ഒരിടത്തും നിലവിളക്കുകൾ ഇല്ല. നിലവിളക്കുകൾ എന്ന് കാണുന്ന ഇടത്തെല്ലാം അത് തർജ്ജമ പെശകാണ്. 7 കവരകളുള്ള വിശുദ്ധ സ്ഥലത്ത് വെച്ചിരുന്ന വിളക്കിന് മലയാളത്തിലുള്ള പേര് കവരവിളക്ക് എന്നാണ്, നിലവിളക്കെന്നല്ല. സാക്ഷ്യ കൂടാരത്തിലെ 7 കവരകളുള്ള വിളക്കല്ല ഇവിടെ കാണുന്നത്. പകരം സഭയുടെ നാഥനായ ക്രിസ്തുവിന് ചുറ്റും കാണപ്പെടുന്ന 7 സ്വതന്ത്ര വിളക്ക് തണ്ടുകളാണ്. അഥവാ ഗ്രീക്കിൽ ലൂക്നിയ എന്നാണ് അവിടെ ഉള്ളത്. ഈ 7 വിളക്ക് തണ്ടുകളുടെ മർമ്മം കർത്താവ് 20-ാം വാക്യത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈ 7 വിളക്ക് തണ്ടുകൾ 11-ാം വാക്യത്തിൽ പരാമർശിച്ചിരിക്കുന്ന 7 സഭകളാണ്. ഈ വിളക്ക് തണ്ടുകളുടെ ദൗത്യം ക്രിസ്തു എന്ന വിളക്കിനെ ഉയർത്തി കാണിക്കുക എന്നതാണ്. 7 വിളക്ക് തണ്ടുകളെ കണ്ട ശേഷം യോഹന്നാന്റെ കണ്ണ് പതിച്ചത് മനുഷ്യപുത്രനോട് സദൃശനായവന്മേലാണ്. 13-ാം വാക്യം വായിക്കാം: വിളക്ക് തണ്ടുകളുടെ മധ്യത്തിൽ മനുഷ്യന്റെ പുത്രനോട് സദൃശനായ ഒരുവൻ, അഥവാ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുവൻ പാദം വരെയുള്ള ഒരു അങ്കി ധരിച്ചിരിക്കുന്നു. പൊന്നുകൊണ്ടുള്ള ഒരു കച്ച മാറത്ത് കെട്ടിയിരിക്കുന്നു. ആ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. തന്നെ കണ്ടത് ആ 7 വിളക്ക് തണ്ടുകളുടെ മധ്യത്തിലാണ്. വിളക്ക് തണ്ടുകൾ മുൻപ് പറഞ്ഞ 7 സ്ഥലത്തെ 7 സഭകളാണ്. 2-ാം അധ്യായം 1-ൽ പറയുന്നത് പൊന്നുകൊണ്ടുള്ള 7 വിളക്ക് തണ്ടുകളുടെ മധ്യത്തിൽ നടക്കുന്നവൻ എന്നാണ്. നടന്നുകൊണ്ട് സഭകളിൽ നടക്കുന്ന എല്ലാം അവിടുന്ന് നിരീക്ഷിക്കുന്നു, സൂക്ഷ്മമായി അറിയുന്നു. ആകയാൽ സഭകൾക്കുള്ള ഓരോ ചെറു ലേഖനങ്ങളിലും ആ സഭയുടെ അവസ്ഥ അവിടുന്ന് അറിയുന്നു എന്ന് എടുത്തു പറയുന്നു. ഏത് സഭയിലും നടക്കുന്ന ഏത് കാര്യങ്ങളും കർത്താവ് കാണുന്നു, അതിനെ നിരീക്ഷിക്കുന്നു, അതിനെ അറിയുന്നു. അതുകൊണ്ടാണ് സഭകളിൽ ശിക്ഷണ നടപടികൾ ഉണ്ടാകുന്നത്. ഇങ്ങനെ വെളിപ്പാടിൽ നാം ന്യായാധിപനായ ക്രിസ്തുവിനെയാണ് കാണുന്നത്. അതുകൊണ്ട് ഓരോ സ്ഥലം സഭയിലുള്ളവരും വളരെ ദൈവഭയത്തോടുകൂടെ ജീവിക്കട്ടെ. അടുത്തതായി അവിടുത്തെ വസ്ത്രത്തിലായിരുന്നു യോഹന്നാന്റെ ശ്രദ്ധ പതിച്ചത്. പാദം വരെയുള്ള ഒരു അങ്കി ധരിച്ചിരിക്കുന്നു എന്നാണ് വിവരണം. നിലയങ്കി എന്ന സത്യവേദ പുസ്തക പരിഭാഷയിൽ പറയുന്നത് കൃത്യമല്ല. നിലയങ്കിയല്ല, പാദം വരെ നീണ്ടുകിടക്കുന്ന ഒരു വസ്ത്രമാണ്. ഇത് രാജവസ്ത്രമാണെന്ന് ചിലരും പൗരോഹിത്യ വസ്ത്രമാണെന്ന് മറ്റു ചിലരും അഭിപ്രായപ്പെടുന്നു. വെളിപ്പാട് പുസ്തകത്തിന്റെ പശ്ചാത്തലത്തിൽ കർത്താവായ യേശുവിനെ രാജാവായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. തൻ്റെ പൗരോഹിത്യം ഈ പുസ്തകത്തിലെ വിഷയമല്ല. ഈ വസ്ത്രം ധരിച്ചുകൊണ്ട് താൻ പക്ഷപാതം ചെയ്യുന്നതായിട്ടല്ല, തൻ്റെ സഭകളുടെ മധ്യേ അധികാരം നടത്തുന്നവനായിട്ടാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് കർത്താവിൻ്റെ രാജകീയ വസ്ത്രമാണ് അത്. പൊന്നുകൊണ്ടുള്ള ഒരു കച്ച മാറത്ത് കെട്ടിയിരിക്കുന്നു എന്ന് തുടർന്ന് വായിക്കുന്നു. റോമൻ കത്തോലിക്കർ, ഓർത്തഡോക്സ് മുതലായ സമുദായങ്ങളിലെ മെത്രാന്മാരുടെ ഔദ്യോഗിക വസ്ത്രധാരണത്തിലെ അവിഭാജ്യ ഘടകമാണ് ഏകദേശം മാറത്തായി കെട്ടിയിരിക്കുന്ന കച്ച.
ഭദ്രാസനങ്ങളിൽ ഇരിക്കുന്നവരായി വിശേഷിപ്പിക്കപ്പെടുന്ന ഇവരുടെ ഈ കച്ച രാജകീയതയുടെ അടയാളമാണ്. അവരെ എപ്പോഴും മാർ ബസിലിയോസ് എന്നൊക്കെ പറയാറുണ്ടല്ലോ. ബസിലിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാവെന്നാണ്. അങ്ങനെ അത് രാജകീയതയുടെ അടയാളമാണ്. കർത്താവിൻ്റെ വസ്ത്രധാരണത്തിൽ അടങ്ങിയിരിക്കുന്ന സന്ദേശവും ഇതാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇനി 14-ാം വാക്യം. എന്നാൽ അവൻ്റെ തലയും തലമുടികളും മഞ്ഞുപോലെ വെളുത്ത ആട്ടുരോമത്തെ പോലെ വെളുത്തവ, അവൻ്റെ കണ്ണുകൾ തീയുടെ ജ്വാല പോലെ. അടുത്തതായി അവിടുത്തെ തലയിലേക്കാണ് യോഹന്നാന്റെ ശ്രദ്ധ പതിച്ചത്. അത് അസാധാരണമായൊരു കാഴ്ചയായിരുന്നു. അവൻ്റെ തലയും തലമുടികളും മഞ്ഞുപോലെ വെളുത്ത ആട്ടുരോമത്തെ പോലെ വെളുത്തവ ആയിരുന്നു. എന്തായിരിക്കാം ഇത് സൂചിപ്പിക്കുന്നത്? ഇതിന് സമാനമായ ഒരു കാഴ്ച ദാനിയേൽ പ്രവചനത്തിൽ നാം കാണുന്നുണ്ട്. 9-ാം അധ്യായം 7-ാം വാക്യത്തിൽ. അതിൽ സിംഹാസനത്തിലിരിക്കുന്ന വയോധികനായ ഒരുവനെ നാം കാണുന്നു. അവൻ്റെ വസ്ത്രം ഹിമം പോലെ വെളുത്തതും അവൻ്റെ തലമുടി നിർമ്മലമായ ആട്ടുരോമം പോലെയുമായിരുന്നു എന്ന് നാം അവിടെ വായിക്കുന്നു. ആ ദർശനം ദൈവത്തിൻ്റെതായിരുന്നു. ഹിമം പോലെ വെളുത്ത വസ്ത്രവും ആട്ടുരോമം പോലെ നിർമ്മലമായ തലമുടിയും തൻ്റെ പരിശുദ്ധിയെ സൂചിപ്പിക്കുന്നു. നമ്മുടെ കർത്താവ് അവൻ പരിശുദ്ധൻ 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 എന്ന് നാം തിരുവെഴുത്തിൽ വായിക്കുന്നുണ്ടല്ലോ. മാത്രമല്ല, നമ്മുടെ കർത്താവ് ദാനിയേലിലെ അതേ യഹോവയായ ദൈവം തന്നെയാണ്. അവൻ്റെ കണ്ണുകൾ തീയുടെ ജ്വാല പോലെ. ഇതും അസാധാരണമായ ഒരു കാഴ്ചയായിരുന്നു. അഗ്നിജ്വാല പോലെയുള്ള കണ്ണുകൾ ഉണ്ടോ? ഇല്ല. ആകയാൽ താൻ കണ്ടത് ഒരു പ്രതീകമായിരുന്നു. നമ്മുടെ കർത്താവ് നമ്മുടെ ഉള്ളത്തെ ആരായുന്നവൻ എന്നാകുന്നു അതിനർത്ഥം. വെളിപ്പാട് 2:23 വായിക്കുന്നു, ഞാൻ ഉൾപ്പൂവുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവൻ എന്ന് സകല സഭകളും അറിയും. സകലവും അവിടുത്തെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു എന്ന് എബ്രായർ 4:13 വായിക്കുന്നു. കർത്താവ് ഉൾ വിചാരങ്ങളെ പരിശോധിക്കുന്നവനാണ്. അതുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ കണ്ണിൽ നിന്ന് ഒന്നും തന്നെ മറച്ചു വയ്ക്കുവാനാകില്ല. അതുകൊണ്ട് വിശുദ്ധിയോടെ, നിർമ്മലതയോടെ, ദൈവഭയത്തോടെ തിരുമുമ്പാകെ നടക്കാം. ഇനി 15-ാം വാക്യം. അവൻ്റെ പാദങ്ങൾ ഉലയിൽ ചുട്ടുപഴുപ്പിച്ചിരിക്കുന്ന വെള്ളോട്ടിന് സദൃശ്യം, അവൻ്റെ ശബ്ദം പെരുവെള്ളങ്ങളുടെ ശബ്ദം പോലെ. അപ്പസ്തലനായ യോഹന്നാന്റെ നോട്ടം അടുത്തതായി കർത്താവിൻ്റെ കാലിലേക്കായിരുന്നു പോയത്. ആ കാഴ്ചയും വിസ്മയകരമായിരുന്നു. അവൻ്റെ പാദങ്ങൾ ഉലയിൽ ചുട്ടുപഴുപ്പിച്ചിരിക്കുന്ന വെള്ളോട്ടിന് സദൃശ്യമായിരുന്നു. അതും അടയാള രൂപത്തിൽ കാണിച്ചു കൊടുത്ത ഒരു ദർശനമായിരുന്നു. കർത്താവായ യേശുവിനെ കുറിച്ച് 1-ാം അധ്യായത്തിൽ കാണിച്ചിരിക്കുന്ന പ്രതീകാത്മകമായ ഓരോ കാഴ്ചയെയും 7 സഭകൾക്ക് എഴുതിയ ഓരോ എഴുത്തിൻ്റെയും ആരംഭത്തിൽ തൻ്റെ വിശേഷണമായിട്ട് കൊടുത്തിട്ടുണ്ട്. ചിലത് നമുക്ക് പരിശോധിക്കാം. എഫെസോസിലെ സഭയ്ക്ക് എഴുതിയപ്പോൾ തന്നെ 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചുകൊണ്ട് 7 പൊൻ നിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ എന്നാണ് വിശേഷിപ്പിച്ച് പറഞ്ഞിരിക്കുന്നത്. 7 പൊൻ നിലവിളക്കുകൾ 7 സഭകളും 7 നക്ഷത്രങ്ങൾ ആ സഭകളുടെ ദൂതന്മാരുമാകുന്നു എന്ന് നമുക്കറിയാം. കർത്താവ് 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചുകൊണ്ട് 7 പൊൻ നിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നു എന്ന് പറഞ്ഞിരിക്കുമ്പോൾ തനിക്ക് സഭകളുടെയും അവയുടെ ദൂതന്മാരുടെയും മേൽ എത്ര അധികാരമുണ്ടെന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ആ അധികാരമാണ്, നീ മാനസാന്തരപ്പെട്ടില്ല എങ്കിൽ നിന്റെ വിളക്ക് തണ്ടിനെ അതിൻ്റെ ഇടത്തിൽ നിന്ന് ഞാൻ നീക്കുകയും ചെയ്യും എന്ന കർത്താവിൻ്റെ ശക്തമായ താക്കീതിൻ്റെ പുറകിൽ നിഴലിച്ച് കാണുന്നത്. എന്ന പോലെ കർത്താവായ യേശുവിനെ കുറിച്ച് തുയഥൈരയിലെ സഭയുടെ ദൂതൻ എഴുതി, തീ ജ്വാല പോലെ സ്വന്തം കണ്ണുകളും വെള്ളോട്ടിന് സമാനമായി സ്വന്തം കാലുകളും ഉള്ളവനായ ദൈവത്തിൻ്റെ പുത്രൻ എന്ന്. അതിനാൽ സൂചിപ്പിച്ചത് എന്തോ അതിനനുസൃതമായി കർത്താവ് പറഞ്ഞു, അവളുടെ പ്രവർത്തികളിൽ നിന്ന് അവർ മാനസാന്തരപ്പെടുകയില്ല എങ്കിൽ ഇതാ അവളെ ഒരു കിടക്കയിലേക്കും അവളോട് കൂടെ വ്യഭിചാരം ചെയ്യുന്നവരെ മഹാഞെരുക്കത്തിലേക്കും ഇടും. അവളുടെ മക്കളെ ഞാൻ മരണത്താൽ കൊല്ലുകയും ചെയ്യും. ഞാൻ വൃക്കകളെയും ഹൃദയങ്ങളെയും പരിശോധിക്കുന്നവനാകുന്നു എന്ന് സകല സഭകളും അറിയുകയും ചെയ്യും. ഇതാണ് അക്ഷരികമായിട്ട് അവിടെ എഴുതിയിരിക്കുന്നത്. അതിൻ്റെ ആശയമാണ് സത്യവേദ പുസ്തകത്തിലെ തർജ്ജമ. നിങ്ങളുടെ പ്രവൃത്തികൾക്ക് അനുസൃതമായി നിങ്ങൾക്ക് ഓരോരുത്തരും ഞാൻ കൊടുക്കുകയും ചെയ്യും. കർത്താവിൻ്റെ തീജ്വാല പോലെയുള്ള കണ്ണുകൾ അവിടുന്ന് അന്തരീന്ദ്രിയങ്ങളെ പരിശോധിക്കുന്നവനാകുന്നു എന്ന് സൂചിപ്പിക്കുന്നു. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. സകലവും അവൻ്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു എന്ന് തന്നെയാകുന്നു
ഇവിടെയും പ്രസ്താവിച്ചിരിക്കുന്നത്. എന്നാൽ വെള്ളോട്ടിന് സമാനമായ കാലുകൾ 2-ാം അധ്യായം 22-23 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന മറ്റ് കാര്യങ്ങളെ സൂചിപ്പിക്കുന്നു. അവളുടെ പ്രവൃത്തികളിൽ നിന്ന് അവർ മനസാന്തരപ്പെടുകയില്ല എങ്കിൽ ഇതാ ഞാൻ അവളെ ഒരു കിടക്കയിലേക്കും അവളോടുകൂടി വ്യഭിചാരം ചെയ്യുന്നവരെ മഹാഞെരുക്കത്തിലേക്കും ഇടും. അവളുടെ മക്കളെ ഞാൻ മരണത്താൽ കൊല്ലുകയും ചെയ്യും. നിങ്ങളുടെ പ്രവൃത്തികൾക്ക് അനുസൃതമായി നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ കൊടുക്കുകയും ചെയ്യുന്നു. ആകയാൽ ഓരോരുത്തിൻ്റെയും പ്രവൃത്തികൾക്ക് അനുസൃതമായി ഓരോരുത്തരും പ്രതിഫലം കൊടുക്കുന്ന കർത്താവിൻ്റെ ഉറച്ച നിലപാടിനെയും അധികാരത്തെയും പ്രവൃത്തിയെയും ഉലയിൽ ചുട്ടുപഴുപ്പിച്ചിരിക്കുന്ന വെള്ളോട്ടിന് സമാനമായ തൻ്റെ കാലുകൾ സൂചിപ്പിക്കുന്നു. അവൻ്റെ ശബ്ദം പെരുവെള്ളങ്ങളുടെ ശബ്ദം പോലെ എന്നും നാം അവിടെ വായിക്കുന്നു. ഈ വർണ്ണനയും കർത്താവിൻ്റെ മഹത്വത്തെയും രാജമഹിമയെയും തന്നെയാകുന്നു കാണിക്കുന്നത്. യെഹെസ്കേൽ 43:2 പറയുന്നു, അപ്പോൾ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ തേജസ് കിഴക്ക് വഴിയായി വന്നു, അതിന്റെ മുഴക്കം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ആയിരുന്നു. അപ്പോൾ മനുഷ്യപുത്രൻ യഹോവയായ ദൈവമാകുന്നു എന്നാണ് ഈ അടയാള ഭാഷയാൽ സൂചിപ്പിച്ചിരിക്കുന്നത്. സങ്കീർത്തനം 29 അവിടുത്തെ ശബ്ദത്തിന്റെ വർണ്ണനം നമുക്ക് ശ്രദ്ധിക്കാം. യഹോവയുടെ ശബ്ദം വെള്ളത്തിന്മീതെ മുഴങ്ങുന്നു. പെരുവെള്ളത്തിന്മീതെ യഹോവ മഹത്വത്തിന്റെ ദൈവം തന്നെ ഇടിമുഴക്കുന്നു. യഹോവയുടെ ശബ്ദം ശക്തിയോടെ മുഴങ്ങുന്നു. യഹോവയുടെ ശബ്ദം മഹിമയോടെ മുഴങ്ങുന്നു. യഹോവയുടെ ശബ്ദം ദേവദാരുക്കളെ തകർക്കുന്നു. യഹോവയുടെ ശബ്ദം ലെബാനോനിലെ ദേവദാരുക്കളെ തകർക്കുന്നു. യഹോവ ജലപ്രളയത്തിന്മീതെ ഇരുന്നു. യഹോവ എന്നേക്കും രാജാവായിരിക്കുന്നു. യഹോവ തൻ്റെ ജനത്തിന് ശക്തി നൽകും. യഹോവ തൻ്റെ ജനത്തിന് സമാധാനം നൽകി അനുഗ്രഹിക്കും. ഇത് തന്നെയാകുന്നു, ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന സന്ദേശം തന്നെയാണ് ഇവിടെയുമുള്ള സന്ദേശം. പീഡനത്തിലൂടെ കടന്നുപോയി കൊണ്ടിരുന്ന തൻ്റെ ജനത്തിന് അത് ആശ്വാസജനകമായിരുന്നു. അവരെ പീഡിപ്പിക്കുന്നവർക്കും ദുരുപദേശങ്ങളാലും ദുരുപായങ്ങളിലും ആക്കി അവരെ തെറ്റിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഭയാനകമായ ഒരു സന്ദേശമായിരുന്നു കർത്താവ് നൽകിയത്. യഹോവ തൻ്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും. അവൻ എന്നേക്കും രാജാവല്ലോ എന്നാണ് അതിലടങ്ങിയിരിക്കുന്ന ആശയം. സഭയുടെ ദൂതന്മാർ കർത്താവിൻ്റെ കരങ്ങളിൽ കാണപ്പെടുന്നു എന്നാണ് 16-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവൻ്റെ വലം കൈയിൽ 7 നക്ഷത്രങ്ങൾ, സ്വന്തം വായിൽ നിന്ന് പുറപ്പെടുന്ന മൂർച്ചയുള്ള ഇരുവായുള്ള വാൾ ഉള്ളവൻ. അവൻ്റെ മുഖം അതിൻ്റെ ശക്തിയിൽ സൂര്യനെ പോലെ വിളങ്ങിക്കൊണ്ടിരിക്കുന്നു. അവന്റെ വലം കൈയിൽ 7 നക്ഷത്രങ്ങൾ എന്നുള്ളതിന്റെ അർത്ഥം ഇനി പറയാം. 7 നക്ഷത്രങ്ങൾ 7 സഭകളുടെ ദൂതന്മാരാകും. ഈ 7 നക്ഷത്രങ്ങൾ അവന്റെ വലം കൈയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിനാൽ സഭയുടെ ദൂതന്മാരുടെ മേൽ കർത്താവിന് എത്ര അധികാരമുണ്ടെന്നാണ് സൂചിപ്പിക്കുന്നത്. കർത്താവ് സ്വവചനത്താൽ പോരാടുന്നവൻ എന്നാണ് അടുത്തതായിട്ട് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. സ്വന്തം വായിൽ നിന്ന് പുറപ്പെടുന്ന മൂർച്ചയുള്ള ഇരുവായി ഉള്ള വാളുള്ളവൻ എന്നാണ് നമ്മൾ അവിടെ കാണുന്നത്. പെർഗമോസിലെ സഭയുടെ ദൂതൻ എഴുതിയപ്പോൾ കർത്താവിനെ വർണ്ണിച്ചത് മൂർച്ചയുള്ള ഇരുവായത്തിലുള്ള വാളുള്ളവൻ എന്നായിരുന്നു. ആ പശ്ചാത്തലത്തിൽ കർത്താവ് പറഞ്ഞു, ആകയാൽ നീ മാനസാന്തരപ്പെടുക, ഇല്ലെങ്കിലോ ഞാൻ വേഗത്തിൽ നിന്റെ അരികിലേക്ക് വരികയും എൻ്റെ വായിൽ നിന്നുള്ള വാളിനാൽ ഞാൻ അവരോടുകൂടെ പോരാടുകയും ചെയ്യും. ഈ മൂർച്ചയുള്ള വായത്തലയുള്ള വാൾ കർത്താവിൻ്റെ വചനമാകുന്നു. ആകയാൽ ഈ പ്രതീകം, ഈ ചിത്രം, സ്വന്തം വായിൽ നിന്ന് പുറപ്പെടുന്ന മൂർച്ചയുള്ള ഇരുവാൾ കാണിക്കുന്നത് കർത്താവിനെ അനുസരിക്കാത്ത സഭകളോട് താൻ തൻ്റെ വചനത്താൽ പോരാടും എന്നുള്ളതാണ്. പഴയ നിയമത്തിലും യഹോവയായ ദൈവത്തിൻ്റെ വചനത്തെ ഇതേപോലെയൊക്കെ തന്നെ ചിത്രീകരിച്ചിട്ടുണ്ട് എന്നുള്ളതും ഓർക്കാം. അടുത്തതായി കർത്താവ് രാജമഹിമയിലിരിക്കുന്നവൻ എന്ന് നമുക്ക് കാണിച്ചു തരുന്ന ഒരു കാഴ്ച. അവൻ്റെ മുഖം അതിൻ്റെ ശക്തിയിൽ ദൃശ്യമാകുന്ന സൂര്യനെ പോലെ. ഈ വർണ്ണനവും കർത്താവിൻ്റെ മഹത്വത്തെയും രാജമഹിമയെയും തന്നെയാകുന്നു വർണ്ണിക്കുന്നത്. മത്തായി 17 കർത്താവിൻ്റെ രൂപാന്തരത്തിൻ്റെ വർണ്ണനയിൽ അവൻ്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. ഇതേക്കുറിച്ച് അപ്പസ്തോലനായ പത്രോസ് 2 പത്രോസ് 1-ാം അധ്യായത്തിൽ എഴുതി, ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, അവന്റെ മഹിമ കണ്ട സാക്ഷികളായി തീർന്നിട്ടത്രേ. ആകയാൽ സൂര്യനെ പോലെ ശോഭിച്ച അവന്റെ മുഖം അവന്റെ രാജമഹിമയെ സൂചിപ്പിക്കുന്നു. മഹിമ എന്ന് വെച്ചാൽ മെജസ്റ്റി എന്നാണ് ഇംഗ്ലീഷിൽ. മഹിമ ആകയാൽ രാജമഹിമ. അത് കർത്താവ് മഹിമയിൽ ഭയങ്കരൻ. ഞാൻ അവനെ കണ്ടപ്പോൾ മരിച്ചവനെ പോലെ
അവൻ്റെ പാദത്തിങ്കൽ വീണു. എന്താണ് മരിച്ചവനെ പോലെ പാദത്തിങ്കൽ വീഴുവാൻ കാരണം? ഭയം അങ്കുരിച്ചതുകൊണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വത്തിൻ്റെ ദർശനം കണ്ടപ്പോൾ യോഹന്നാൻ്റെ ധൈര്യമെല്ലാം ചോർന്നുപോയി. കർത്താവ് ജഡത്തിലായിരുന്നപ്പോൾ തൻ്റെ പ്രിയ ശിഷ്യനായിരുന്ന ഈ യോഹന്നാൻ കർത്താവിൻ്റെ മാർവിൽ ചാരി ഇരുന്നിട്ടുള്ള ആളാണ്. എങ്കിലും കർത്താവിൻ്റെ മഹത്വത്തിൻ്റെ കാഴ്ച തന്നെ ഭയചകിതനാക്കി. താൻ മരിച്ചവനെ പോലെ യേശുവിൻ്റെ പാദങ്ങളിൽ വീണു. ഇത് സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. കർത്താവ് തൻ്റെ മഹത്വത്തെ പ്രദർശിപ്പിച്ചാൽ ഏതു മനുഷ്യനും തൻ്റെ പാദങ്ങളിൽ വീണുപോകും. എന്നാൽ മനുഷ്യരെ ഭയപ്പെടുത്തി തിരുമുമ്പാകെ നമസ്കരിക്കുമാറാക്കുക എന്നുള്ളതല്ല തൻ്റെ ലക്ഷ്യം. പകരം അവൻ്റെ മഹത്വത്തെക്കുറിച്ച് ബോധവാന്മാരായിട്ട് സ്വമനസ്സ സന്തോഷത്തോടെ തന്നെ നമസ്കരിക്കണം എന്നതാകുന്നു തൻ്റെ ആഗ്രഹം. കർത്താവ് മറുരൂപമലയിൽ പ്രത്യക്ഷനായപ്പോഴും തൻ്റെ രൂപാന്തരപ്പെട്ട കാഴ്ച കണ്ടപ്പോൾ ശിഷ്യന്മാർ തൻ്റെ തൃപ്പദങ്ങളിൽ മരിച്ചവരെ പോലെ വീണു എന്നുള്ളത് നമുക്ക് ശ്രദ്ധിക്കുവാനായിട്ട് സാധിക്കും. കർത്താവിൻ്റെ ശബ്ദം വീണ്ടും ഇവിടെ കേൾക്കുകയാണ്. അത് താൻ സാക്ഷാൽ ദൈവമാകുന്നു എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്ന കാഴ്ചയാണ്. അനന്തരം അവൻ തൻ്റെ വലങ്കൈ എൻ്റെ മേൽ വെച്ച് പറയുന്നു, നീ ഭയപ്പെടേണ്ട, ആദ്യനും അന്ത്യനും ജീവിക്കുന്നവനും ഞാനാകുന്നു. യോഹന്നാൻ മരിച്ചവനെ പോലെ കർത്താവിൻ്റെ പാദങ്ങളിൽ വീണപ്പോൾ അവൻ തൻ്റെ വലങ്കൈ യോഹന്നാൻ്റെ മേൽ വെച്ചുകൊണ്ട് പറഞ്ഞു, നീ ഭയപ്പെടേണ്ട, ആദ്യനും അന്ത്യനും ജീവിക്കുന്നവനും ഞാനാകുന്നു. ആദ്യനും അന്ത്യനും എന്നത് ദൈവനാമത്തിൻ്റെ പര്യായമാണ്, അഥവാ അത് ദൈവനാമമാണ്. യെശയ്യാവ് 41:4 യഹോവയായ ദൈവം പറയുന്നു, യഹോവയായ ഞാൻ ആദ്യനും അന്ത്യനും അന്ത്യന്മാരോട് കൂടെ അനന്യനുമാകുന്നു. ആകയാൽ നമ്മുടെ കർത്താവായ യേശു യഹോവയായ ദൈവം തന്നെ ആകുന്നു. ആകയാൽ എബ്രായർ 13:8 യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ എന്ന് എഴുതിയിരിക്കുന്നു. യെശയ്യാവ് 44:6 ദൈവം പറയുന്നു, ഇസ്രായേലിന്റെ രാജാവായ യഹോവ, അവന്റെ വീണ്ടെടുപ്പുകാരനായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ആദ്യനും അന്ത്യനും ആകുന്നു, ഞാൻ അല്ലാതെ ഒരു ദൈവവുമില്ല. ആകയാൽ നമ്മുടെ കർത്താവായ യേശു ഇസ്രായേലിന്റെ രാജാവായ യഹോവ, അവന്റെ വീണ്ടെടുപ്പുകാരനായ സൈന്യങ്ങളുടെ യഹോവ ആകുന്നു. ആകയാൽ അവിടുന്ന് യഹൂദന്മാരുടെ രാജാവായി അറിയപ്പെട്ടു എന്നത് എത്ര ന്യായമാണ് എന്ന് നമുക്ക് ചിന്തിക്കുവാൻ കഴിയും. നമ്മുടെ കർത്താവായ യേശു ആ ഏക സത്യദൈവം ആകുന്നു. വീണ്ടും യെശയ്യാവ് 48:12 ദൈവം പറയുന്നു, യാക്കോബേ, ഞാൻ വിളിച്ചിരിക്കുന്ന ഇസ്രായേലെ കേൾക്കുക, ഞാൻ അനന്യൻ, ഞാൻ ആദ്യനും ഞാൻ അന്ത്യനും ആകുന്നു. ആകയാൽ തൻ്റെ വെളിപ്പാടിൽ യേശു താൻ സാക്ഷാൽ ദൈവമാകുന്നു എന്നാണ് പ്രസ്താവിച്ചിരിക്കുന്നത്. വെളിപ്പാട് 1:8 പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കാം, ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നു എന്ന് ദൈവമായ ഉള്ളവനുണ്ടായിരുന്നവനും വരുന്നവനുമായ സർവശക്തനായ കർത്താവ് പറയുന്നു. ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നു എന്ന് വെച്ചാൽ ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു എന്നാകുന്നു അർത്ഥം. ആകയാൽ യേശു ഉള്ളവനും ഉണ്ടായിരുന്നവനും വരുന്നവനുമായ സർവശക്തനായ ദൈവമായ കർത്താവ് ആകുന്നു. ജീവിക്കുന്നവനും ആകുന്നു എന്നും താൻ പ്രസ്താവിച്ചിരിക്കുന്നു. ജീവിക്കുന്നവൻ എന്ന പദവും ദൈവനാമത്തിന്റെ പര്യായം ആകുന്നു, അഥവാ അത് ദൈവനാമമാകുന്നു. ജീവിക്കുന്നവൻ എന്ന പദത്തെ ഇംഗ്ലീഷിൽ തർജ്ജമ ചെയ്താൽ ദ ലിവിങ് വൺ എന്നായിരിക്കും വരിക. അതായത് ജീവിക്കുന്നവൻ ഒരുവനേയുള്ളൂ, ആ ഒരുവനാകുന്നു ഞാൻ എന്നാണ് കർത്താവ് അവകാശപ്പെട്ടത്. 18-ാം വാക്യം, മാത്രമല്ല ഞാൻ മരിച്ചവനായി, എന്നാൽ ഇതാ ഞാൻ എന്നും എന്നേക്കും ജീവിക്കുന്നവനാകുന്നു. മാത്രമല്ല മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോലുകളും എനിക്കുണ്ട്. നമ്മുടെ കർത്താവായ യേശു നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റത് വരെ അവിടുന്ന് മരിച്ചവനായിരുന്നു. ഉയർത്തെഴുന്നേറ്റത് മുതൽ എന്നേക്കും ജീവിക്കുന്നവനായി തീർന്നു. പിന്നീട് ഒരിക്കലും മരിക്കുവാൻ ആവശ്യമില്ലാത്ത വിധത്തിൽ ആയിത്തീർന്നു. മാത്രമല്ല മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോലുകളും എനിക്കുണ്ട്. ഈ പ്രസ്താവനയിലൂടെയും താൻ തൻ്റെ ദൈവമഹത്വമാണ് എടുത്തു കാണിക്കുന്നത്. മരണത്തെയും പാതാളത്തെയും ഇവിടെ വലിയ 2 തടവറകളായി ചിത്രീകരിച്ചിരിക്കുന്നു. അവയ്ക്ക് വാതിലുകളും പൂട്ടുകളുമുണ്ട്. അവയെ തുറക്കുവാനുള്ള താക്കോൽ കർത്താവായ യേശുവിൻ്റെ കൈവശമുണ്ടെന്നാണ് താൻ അവകാശപ്പെട്ടത്. മരണം, പാതാളം എന്നീ 2 തടവറകളെ തുറന്നാൽ എന്ത് സംഭവിക്കും? അതിനകത്തുള്ളവർ സ്വതന്ത്രരാകും, അവർ പുനരുത്ഥാനം ചെയ്യും.
അതായത് മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുവാനുള്ള അധികാരം തനിക്കുണ്ടെന്നാണ് കർത്താവ് അവകാശപ്പെട്ടത്. ഈ കാര്യങ്ങൾ യോഹന്നാന്റെ സുവിശേഷത്തിലും അവകാശപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഓർക്കുക. 19-ാം വാക്യം, ആകയാൽ നീ കണ്ട കാര്യങ്ങളെയും ഉള്ള കാര്യങ്ങളെയും ഈ കാര്യങ്ങൾക്ക് ശേഷം സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങളെയും എഴുതുക. ആകയാൽ എന്ന പദം കർത്താവ് ഇനി കൽപ്പിക്കുവാൻ പോകുന്ന കാര്യങ്ങൾ എന്തധികാരത്തിൽ പറയുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇതുവരെ കണ്ട ആ ദർശനം കർത്താവിൻ്റെ അധികാരത്തെ സൂചിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു. അതുപോലെ ഇപ്പോൾ താൻ പറഞ്ഞ കാര്യം, താൻ ആദ്യനും അന്ത്യനും ജീവിക്കുന്നവനും മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോലുകൾ ഉള്ളവനും എന്നുള്ള വാക്കുകൾ, അതും തൻ്റെ അധികാരത്തെയാണ് സൂചിപ്പിക്കുന്നത്. താൻ ദൈവമാകുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്, തൻ്റെ അധികാരത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതിൻ്റെ വെളിച്ചത്തിലാണ് ഇനിയുള്ള കാര്യങ്ങൾ കാണേണ്ടത് എന്നാണ് ആ വാക്കുകളുടെ അർത്ഥം. ആകയാൽ യോഹന്നാൻ കണ്ട കാര്യങ്ങളെയും അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെയും അതിനുശേഷം സംഭവിപ്പിക്കുന്നത് കൊണ്ട് കാണുവാൻ പോകുന്ന കാര്യങ്ങളെയും എഴുതി ആ 7 സഭകൾക്കും അയക്കുക എന്നായിരുന്നു ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനി 20-ാം വാക്യം വായിക്കും. എൻ്റെ വലങ്കയിൽ നീ കണ്ട 7 നക്ഷത്രങ്ങളുടെയും പൊന്നുകൊണ്ടുള്ള 7 വിളക്ക് തണ്ടുകളുടെയും മർമ്മം. 7 നക്ഷത്രങ്ങൾ 7 സഭകളുടെ ദൂതന്മാരാകുന്നു. 7 വിളക്ക് തണ്ടുകൾ 7 സഭകളും ആകുന്നു. ആദ്യമായി എഴുതുവാൻ പറഞ്ഞു കൊടുത്തത് തൻ്റെ വലങ്കയിൽ യോഹന്നാൻ കണ്ട 7 നക്ഷത്രങ്ങളുടെയും പൊന്നുകൊണ്ടുള്ള 7 വിളക്ക് തണ്ടുകളുടെയും മർമ്മമായിരുന്നു. മർമ്മം എന്ന് വെച്ചാൽ ഈ സാഹചര്യത്തിൽ അതിൻ്റെ അർത്ഥം പൊരുൾ അഥവാ അർത്ഥം അഥവാ വ്യാഖ്യാനം എന്നാണ്. തൻ്റെ വലങ്കയിൽ യോഹന്നാൻ കണ്ട 7 നക്ഷത്രങ്ങൾ 7 സഭകളുടെ ദൂതന്മാരാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് 7 നക്ഷത്രങ്ങളുടെ പൊരുൾ മനസ്സിലാക്കി കൊടുത്തു. അടുത്തതായി ആ 7 വിളക്ക് തണ്ടുകൾ ആ 7 സഭകളാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് 7 വിളക്ക് തണ്ടുകളുടെ പൊരുളും മനസ്സിലാക്കി കൊടുത്തു. സത്യത്തിൽ ഇത് വെളിപ്പാടിലെ ദർശനങ്ങളെ നാം എങ്ങനെ വ്യാഖ്യാനിക്കണം എന്നതിലേക്ക് കർത്താവ് നൽകിയ ഒരു സൂചനയായിരുന്നു. കാണുന്നത് പോലെയല്ല അതിനെ മനസ്സിലാക്കേണ്ടത്. അത് പ്രതീകങ്ങളാണ്, അടയാളങ്ങളാണ്, സയൻസ് ആണ്, SIGNS സയൻസ് ആണ്. അവയെ അക്ഷരികമായിട്ടല്ല വ്യാഖ്യാനിക്കേണ്ടത്. കർത്താവ് വെളിപ്പെടുത്തി തരുന്നത് പോലെ വേണം വ്യാഖ്യാനിക്കുവാൻ. തിരുവെഴുത്തുകളെ താരതമ്യം ചെയ്തു വേണം അർത്ഥം ഗ്രഹിക്കുവാൻ എന്നൊക്കെയാണ് കർത്താവ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ഈ വലിയവനായിരിക്കുന്ന കർത്താവ് നമ്മുടെ ദൈവവും നമ്മുടെ രക്ഷകനും സകലത്തെയും ന്യായം വിധിക്കുന്നവനുമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഭയഭക്തിയോടെ സേവിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ.